ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ് ദേശീയ ശാസ്ത്രദിനം ആഘോഷിച്ചു തുടങ്ങിയത്? 1987 മുതൽ. ഇന്ത്യയിൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? CV രാമൻ്റെ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനമാണ് ഫെബ്രുവരി 28. രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏത്? 1928 ഫെബ്രുവരി 28. ലോക ശാസ്ത്രദിനം എന്നാണ്? നവംബർ 10. CV രാമൻ്റെ കണ്ടെത്തൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രാമൻ പ്രഭാവം. CV രാമൻ്റെ കണ്ടുപിടുത്തം എന്താണ് കൈകാര്യം ചെയ്യുന്നത്? പ്രകാശത്തിൻ്റെ വിസരണം. ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? CV രാമൻ. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 1930. CV രാമൻ്റെ മുഴുവൻ പേരെന്ത്? ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. CV രാമൻ ജനിച്ചത് എവിടെയാണ്? തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്. CV രാമൻ ജനിച്ച വർഷം ഏത്? 1888 നവംബർ 7. CV രാമനെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ഏത്? രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ്. ഏറ്റവും ഭാരം കൂടിയ മൂലകം ഏത്? സീസിയം. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഹൈഡ്രജൻ. ആകാശവും ആഴക്കടലും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? വിസരണം. ആദ്യമായി ഊർജതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര്? CV രാമൻ. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? CV രാമൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏത്? വർണ്ണാന്ധത. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്? ട്രാൻസിസ്റ്റർ. ഫിസിക്സിൽ ആദ്യമായി നോബൽ പുരസ്കാരം നേടിയ ഏഷ്യക്കാരൻ ആര്? CV രാമൻ. CV രാമന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? 1954. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? CV രാമൻ. വൈദ്യുത സെൽ കണ്ടുപിടിച്ചത് ആര്?
വോൾട്ട. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറി. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏത്? അപ്സര. ശബ്ദത്തേക്കാൾ വേഗത കൂടിയ വിമാനം ഏത്? സൂപ്പർസോണിക് വിമാനം. ISRO സ്ഥാപിതമായ വർഷം ഏത്? 1969. സൂര്യാസ്തമയം കഴിഞ്ഞ് അല്പസമയത്തേക്ക് കൂടി സൂര്യനെ കാണുന്നതിന് പിന്നിലെ പ്രതിഭാസം എന്ത്? അപവർത്തനം. CV രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം ഏത്? ഡെസിബൽ. 2013 മുതൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി രാമൻ പ്രഭാവത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇൻ്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്ക്. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സോണാർ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഹോമി ജെ ഭാഭ. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിനു കാരണം? വിസരണം. രാമൻ പ്രഭാവം എന്തിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്? പ്രകാശത്തിൻ്റെ വിസരണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? JJ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ജെയിംസ് ചാഡ്വിക്. പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് ആര്? തോമസ് യങ്. ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏത്? വയലറ്റ്. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ചുവപ്പ്. ആരോടുള്ള ബഹുമാനാർത്ഥം ആണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത്? CV രാമൻ. CV രാമന് ഏത് വിഷയത്തിലാണ് നോബൽ പുരസ്കാരം ലഭിച്ചത്? ഭൗതികശാസ്ത്രം. ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച ഭൗതികശാസ്ത്രജ്ഞൻ ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത്? ലിഥിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏത്? ഓസ്മിയം. ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് ഏത്? സൂര്യൻ. രാമൻ ഇഫക്റ്റ് കണ്ടുപിടുത്തത്തിൽ CV രാമൻ്റെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചതാര്? KS കൃഷ്ണൻ. ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമേത്?
രാമൻ പ്രഭാവം. CV രാമൻ അന്തരിച്ചത് എന്ന്? 1970 നവംബർ 21. CV രാമൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതെവിടെ? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. സ്വയം പ്രകാശിക്കുന്ന ഒരു ഷഡ്പദം ഏത്? മിന്നാമിനുങ്ങ്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര്? തോമസ് ആൽവ എഡിസൺ. ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി കാണുന്ന നക്ഷത്രം ഏത്? ധ്രുവനക്ഷത്രം. നട്ടെല്ലിൽ ഏറ്റവും കൂടുതൽ എല്ലുകൾ കാണപ്പെടുന്ന ജീവി ഏത്? പാമ്പ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? സോഡിയം, പൊട്ടാസ്യം. സ്വർണം ലയിക്കുന്ന ലായനി ഏത്? അക്വാ റീജിയ. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡ്രൈ ഐസ്. അമോണിയ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി. എലിവിഷത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സിങ്ക് ഫോസ്ഫേറ്റ്. സസ്യകോശം കണ്ടുപിടിച്ചത് ആരാണ്? MJ ഷ്ലീഡൻ. കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? 44. രോഗികളുടെ ശരീര താപനില അളക്കുന്നതിന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ക്ലിനിക്കൽ തെർമോമീറ്റർ. വൈറ്റ് പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ക്ഷയം. ആസ്പിരിൻ്റെ രാസനാമം? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഏറ്റവും നീളം കൂടിയ പുല്ലുവർഗം ഏത്? മുള. ജിപ്സത്തിൻ്റെ രാസനാമം എന്ത്? കാൽസ്യം സൾഫേറ്റ്. കീമോതെറാപ്പിയുടെ ഉപജ്ഞാതാവ് ആര്? പോൾ എർലിക്. കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? അലൂമിനിയം. വൃക്കകളെക്കുറിച്ചുള്ള പഠനം? നെഫ്രോളജി. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്താണുക്കൾ ഏത്? പ്ലേറ്റ്ലെറ്റുകൾ. മീനമായ എന്ന അസുഖം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. ഏത് രാജ്യക്കാരാണ് പൂജ്യം കണ്ടുപിടിച്ചത്? ഇന്ത്യക്കാർ. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ഏത്? ലാക്ടോബാസിലസ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? മൈറ്റോകോൺട്രിയ. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം? പ്രകീർണനം.
പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന ഘടകം. അമിനോ ആസിഡുകൾ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത്. ഹീമോഫീലിയ. മനുഷ്യരിലെ വാരിയെല്ലുകളുടെ എണ്ണം. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ടാർട്ടാറിക് ആസിഡ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏത്? ആംപിയർ. സോൾഡർ ഏത് ലോഹങ്ങളുടെ സങ്കരമാണ്? ടിൻ, ലെഡ്. മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? പാൻക്രിയാസ്. സിങ്കിനു പുറത്ത് ഇരുമ്പ് പ്ലേറ്റ് ചെയ്യുന്ന പ്രക്രിയ. ഗാൽവനൈസേഷൻ. എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ടൈറ്റാനിയം. ലെൻസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഫ്ലിന്റ് ഗ്ലാസ്. ഡിഫ്തീരിയ രോഗം ഉണ്ടാക്കുന്നത്. ബാക്ടീരിയ. അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ആര്? ടോറിസെല്ലി. ചൂട് തട്ടിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി. ഓങ്കോജൻ എന്ന പദം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ. ഏത് അവയവത്തിൻ്റെ പ്രവർത്തന വൈകല്യം മനസ്സിലാക്കാനാണ് EEG ഉപയോഗിക്കുന്നത്? തലച്ചോറിൻ്റെ. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമേത്? സെറിബ്രം. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം കെ. കലാമൈൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. LPGയിലെ പ്രധാന ഘടകം ഏത്? ബ്യൂട്ടേൻ. ലെൻസ് എന്ന പദമുണ്ടായത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? ലെൻറ്റിൻ. ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇയാൻ വെൽമുട്ട്. അറിയപ്പെടുന്നതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഹൈഡ്രജൻ. ആദ്യത്തെ കൃത്രിമ നാര് ഏത്? നൈലോൺ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ഫാരഡെ. കൃത്രിമ പട്ട് കണ്ടുപിടിച്ചത് ആര്? ജോസഫ് W. സ്വാൻ. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത്? സോഡിയം. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഓസ്റ്റിയോളജി. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ബലം ഏത്? ന്യൂക്ലിയർ ഫോഴ്സ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏത്? സെല്ലുലോസ്.
ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏത്? കോൺകേവ് ലെൻസ്. മണ്ണിരയുടെ ശ്വസനാവയവം ഏത്? ത്വക്ക്. ഏറ്റവും നല്ല വൈദ്യുത ചാലകം ഏത്? വെള്ളി. ഏറ്റവും സാന്ദ്രത കൂടിയ മൂലകം ഏത്? ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏത്? ലിഥിയം. ചിരിപ്പിക്കുന്ന വാതകത്തിൻ്റെ രാസനാമം എന്ത്? നൈട്രസ് ഓക്സൈഡ്. ഓസോൺ വാതകത്തിൻ്റെ നിറം എന്ത്? നീല. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓൺകോളജി. ചെവിയിലുള്ള എല്ലുകളുടെ എണ്ണം എത്ര? 6. DDT കണ്ടുപിടിച്ചത് ആരാണ്? പാൾ മുള്ളർ. ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആര്? CV രാമൻ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി. തീ കെടുത്താൻ സഹായിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? കോട്ടയം. മലേറിയ പരത്തുന്ന ജീവി ഏത്? കൊതുക്. ആപ്പിളിലെ ആസിഡ്? മാലിക് ആസിഡ്. വൈദ്യുതിയുടെ ചാലകമായ അലോഹം ഏത്? ഗ്രാഫൈറ്റ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം? ടാനിക് ആസിഡ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്? അയൺ പൈറൈറ്റിസ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓക്സിജൻ. മംഗൾയാൻ ദൗത്യം ഏത് ഗ്രഹത്തെക്കുറിച്ച് അറിയാനാണ്? ചൊവ്വ. പിച്ചള ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? ചെമ്പ്, സിങ്ക്. പാലിന് വെളുപ്പ് നിറം നൽകുന്നത്? ലാക്ടോസ്. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏത്? സൈറ്റോകൈനിൻ. കൂടുണ്ടാക്കി മുട്ടയിടുന്ന പാമ്പ് ഏത്? രാജവെമ്പാല. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിനു കാരണമായ പദാർത്ഥം ഏത്? ലൂസിഫറിൻ. എല്ലാ ആസിഡിലുമുള്ള ആറ്റം ഏത്? ഹൈഡ്രജൻ. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 21. ജന്തുകോശം കണ്ടുപിടിച്ചത് ആര്? തിയോഡർ ഷ്വാൻ. ധവളപ്രകാശത്തിൽ എത്ര വർണ്ണങ്ങൾ ഉണ്ട്? 7 വർണ്ണങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യൻ. ശബ്ദം ഉപയോഗിച്ച് ആന്തരികാവയവങ്ങളുടെ ചിത്രമെടുക്കുന്ന സംവിധാനം ഏത്? അൾട്രാസൗണ്ട് സ്കാനിംഗ്.
ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് ചാഡ്വിക്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ലെപ്റ്റോസ്പൈറ. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏത്? മീഥേൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏത്? ബ്യൂട്ടേൻ. വാഹനങ്ങളിൽ റിവർവ്യൂ ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺവെക്സ് ദർപ്പണം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? സ്റ്റീൽ. ഏറ്റവും വലിയ ഫലം ഏത്? ചക്ക. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള വാതകം ഏത്? നൈട്രജൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആര്? കാൾ ലിനേയസ്. ഒരു ജീവിയുടെ അതേ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ക്ലോണിംഗ്. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജലജീവി ഏത്? ഈൽ. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? കാൽസ്യം കാർബണേറ്റ്. ബ്ലീച്ചിങ് പൗഡറിൽ അണുക്കളെ നശിപ്പിക്കുന്ന ഘടകം ഏത്? ക്ലോറിൻ. മുട്ടയുടെ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? കാൽസ്യം കാർബണേറ്റ്. ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ടോറിസെല്ലി. വെടിമരുന്ന് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം നൈട്രേറ്റ്. ലെൻസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഫ്ലിന്റ് ഗ്ലാസ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ്? പാസ്കൽ. വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. എല്ലിൽ അടങ്ങിയിട്ടുള്ള പ്രധാന മൂലകമാണ് കാൽസ്യം. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന പദാർത്ഥം ഏത്? ബിലിറൂബിൻ. മനുഷ്യനിൽ ഭക്ഷ്യവിഷബാധക്ക് കാരണമായിത്തീരുന്ന ബാക്ടീരിയ ഏത്? സാൽമണല്ല. ഫോട്ടോഗ്രാഫിക് ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. മനുഷ്യ ശരീരകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 46. ആർത്രൈറ്റിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സന്ധികളെ. പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ഒരു ലോഹം പ്ലാറ്റിനം. റഡാർ കണ്ടുപിടിച്ചതാര്? ആൽബർട്ട് ടെയ്ലർ. പയറുചെടിയുടെ വേരിലുള്ള നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത്? റൈസോബിയം. പ്രകൃതിയിൽ
ഏറ്റവും ശുദ്ധമായി കാണപ്പെടുന്ന ഐസോടോപ്പ് ഏത്? കാർബൺ 12. അയോണിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അറീനിയസ്. സ്നെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്ത്? അമോണിയം കാർബണേറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? അലൂമിനിയം. അമോണിയം ക്ലോറൈഡ് അറിയപ്പെടുന്നതെന്ത്? സാൽ അമോണിയാക്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത്? കോപ്പർ സൾഫേറ്റ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത്? ഹൈഡ്രജൻ. ഫോസ്ഫറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഞാൻ പ്രകാശം വഹിക്കുന്നു. എക്സിമ രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. ട്രാൻസിസ്റ്ററുകളിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകം ഏത്? സിലിക്കൺ. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്ത്? സോഡിയം സിലിക്കേറ്റ്. സീറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കരൾ. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്ത്? ഓം. പവറിൻ്റെ യൂണിറ്റ് എന്ത്? വാട്ട്. പാരമ്പര്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഗ്രിഗർ മെൻഡൽ. യന്ത്രങ്ങളുടെ പവർ അളക്കുവാനുള്ള യൂണിറ്റ് ഏത്? കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. മനുഷ്യരിലെ ഏറ്റവും ഉയർന്ന ശ്രവണപരിധി 20,000 ഹെർട്സ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. മലേറിയ അണുക്കൾ കണ്ടുപിടിച്ചത് ആര്? റൊണാൾഡ് റോസ്. മയോപ്പിയ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കണ്ണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്ത്? സോഡിയം സിലിക്കേറ്റ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? വീനസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? കാർബൺ 14. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഏത്? ജിറാഫ്. അണലിയുടെ വിഷം ബാധിക്കുന്നത് എന്തിനെയാണ്? രക്തപര്യന വ്യവസ്ഥയെ. മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ക്വാഷിയോർക്കർ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥിക്കുണ്ടാവുന്ന ബലക്ഷയം. കണരോഗം.
ചന്ദ്രനിലെ കല്ല് ഭൂമിയിൽ എത്തിച്ച ബഹിരാകാശ പേടകം ഏത്? ലൂണ 16. പാറ്റയുടെ വിസർജനാവയവം ഏത്? മാൽപീജിയൻ നളികകൾ. കിഡ്നി സ്റ്റോണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന സംയുക്തം ഏത്? കാൽസ്യം ഓക്സലേറ്റ്. വൈറ്റ് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ട്യൂബർക്യുലോസിസ്. ആറ്റം ബോംബിൽ ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പിൻ്റെ മാസ് നമ്പർ എത്ര? 235. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം ഏത്? 1969. രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? സ്പിഗ്മോമാനോമീറ്റർ. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? O ഗ്രൂപ്പ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന പ്രതിദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്താണു ഏത്? ശ്വേതരക്താണുക്കൾ. കണ്ണിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം എ. പ്രത്യുൽപാദന കോശങ്ങളിൽ മാത്രം നടക്കുന്ന കോശവിഭജനം ഏത്? ഊനഭംഗം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? കൊഹിഷൻ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് വാട്ട്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത്? വൃക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏത്? O പോസിറ്റീവ്. അത്യധികം താണ ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം. പറക്കുന്ന സസ്തനി വവ്വാൽ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം നിക്കോട്ടിൻ. ഒരില മാത്രമുള്ള സസ്യം ചേന. ഒരു കുരുവിയുടെ പതനം. ഇത് ആരുടെ കൃതിയാണ്? ഡോക്ടർ സലീം അലി. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം കരൾ. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. മണ്ണിരയുടെ വിസർജനാവയവം ഏത്? നെഫ്രീഡിയ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ചെമ്പ്. മുന്നോട്ടും പിന്നോട്ടും പറക്കുന്ന പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏത്? ഹീമോഗ്ലോബിൻ. നിവർന്നു നടക്കാൻ കഴിവുള്ള പക്ഷി പെൻഗ്വിൻ. ലോക പരിസ്ഥിതി ദിനം എന്ന്? ജൂൺ 5. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഗോയിറ്റർ. ആനയുടെ ഹൃദയമിടിപ്പിൻ്റെ അളവെത്ര?
മിനിറ്റിൽ 25. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏത്? ആമ. ജീവകം ഡിയുടെ രാസനാമം? കാൽസിഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം? ടോക്കോഫെറോൾ. മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമായ ക്വിനയിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം ഏത്? സിങ്കോണ. ലോക എയ്ഡ്സ് ദിനം എന്ന്? ഡിസംബർ 1. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ആൽബർട്ട് സാബിൻ. ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനം. വസ്ത്രങ്ങളിൽ കരിമ്പൻ കുത്തുന്നതിന് കാരണം? ഫംഗസ്. വാട്ടർ ഗ്യാസ് ഏത് വാതകങ്ങളുടെ മിശ്രിതമാണ്? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ ഡി. ചുവന്ന വിയർപ്പ് കണങ്ങൾ ഉണ്ടാകുന്ന ജീവി? ഹിപ്പോപ്പൊട്ടാമസ്. സ്ത്രീ ഹോർമോണിൻ്റെ പേര്? ഈസ്ട്രജൻ. ശരീരകലകളെക്കുറിച്ചുള്ള പഠനം? ഹിസ്റ്റോളജി. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. മനുഷ്യനിൽ ആദ്യമായി വെച്ചുപിടിപ്പിച്ച കൃത്രിമ ഹൃദയത്തിൻ്റെ പേരെന്ത്? ജാർവിക് 7. വിറ്റാമിൻ B12 ഉള്ള ലോഹം ഏത്? കോബാൾട്ട്. വിറ്റാമിൻ എയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്ന സസ്യവർണ്ണകം ഏത്? കരോട്ടിൻ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഏത്? ലാക്ടോമീറ്റർ. മാവിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? മാഞ്ചിഫറ ഇൻഡിക്ക. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സുശ്രുതൻ. മുട്ടയിടുന്ന സസ്തനി ഏത്? പ്ലാറ്റിപ്പസ്. ഏറ്റവും വലിയ നാഡി? വാഗസ് നാഡി. മനുഷ്യനിൽ എത്ര ശിരോനാഡികൾ ഉണ്ട്? 12 ജോഡി. ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം? ഹെർപ്പറ്റോളജി. ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ആര്? കാൾ ഷീലെ. അറബികൾ ഇന്ത്യയിൽ ആദ്യമായി പ്രചരിപ്പിച്ച വൈദ്യസമ്പ്രദായം ഏത്? യൂനാനി. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? റെനെ ലെനക്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? കാൽസ്യം. ക്ലോറിൻ വാതകത്തിൻ്റെ നിറം എന്ത്? പച്ച കലർന്ന മഞ്ഞ. ഖനജലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം? വജ്രം. ഏഷ്യയിൽ ആദ്യത്തെ അണു റിയാക്ടർ ഇന്ത്യയിലാണ്. എന്താണ് അതിൻ്റെ പേര്?
അപ്സര. ഒരാറ്റത്തിലെ ചലനാത്മക കണം ഏത്? ഇലക്ട്രോൺ. ചാർജ് വഹിക്കാത്ത റേഡിയോ ആക്റ്റീവ് വികിരണം ഏത്? ഗാമാ കിരണങ്ങൾ. അന്തർദേശീയ മോൾ ദിനം എന്നാണ്? ഒക്ടോബർ 23. സോളാർ സെല്ലുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അർദ്ധചാലക മൂലകം ഏത്? സിലിക്കൺ. മനുഷ്യനിലെ രക്തഗ്രൂപ്പുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസ്ത്രജ്ഞൻ ആര്? കാൾ ലാൻഡ് സ്റ്റെയ്നർ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കിരണങ്ങൾ? ടാക്കിയോൺ. ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകം? മെർക്കുറി. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? തുടയെല്ല്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? സ്റ്റേപ്പിസ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഹൈഡ്രജൻ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? സിലിക്കൺ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? നൈട്രജൻ. ജീവകം സിയുടെ രാസനാമം? അസ്കോർബിക് ആസിഡ്. ജലത്തിൻ്റെ pH മൂല്യം? 7. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം? വ്യാഴം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം? മഗ്നീഷ്യം. അൾഷിമേഴ്സ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? തലച്ചോർ. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. എന്താണ് വൈറ്റ് ഡെത്ത്? ക്ഷയം. തിമിംഗലത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധവസ്തു? അംബർഗ്രീസ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം? പ്ലാറ്റിനം. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12. ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്ററാണ്? 1852 മീറ്റർ. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ ആദ്യ വിള ഏത്? പരുത്തി. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന CFC പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ഫിൻലാൻഡ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1972. കേരളത്തിൻ്റെ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ഒരു അപൂർവ വൃക്ഷത്തിൻ്റെ പേരാണ്. ഏത്? ചെന്തുരുണി. ഓറിയോസ്കോപ്പ് ഏത് അവയവത്തിൻ്റെ തകരാറ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്? ചെവി. എല്ലാവരുടെയും പ്രയോജനത്തിനു വേണ്ടി ഇത് ഏത് ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ മുദ്രാവാക്യമാണ്? നാസ. വീവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? എലിപ്പനി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാനിക് ആസിഡ്.